എവിടായിരുന്നു? ഞങ്ങൾക്ക് വളരെ വളരെ വേണ്ടപ്പെട്ട ഒരാളെ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് മിസ്സിംഗ് ആയിരുന്നു. T20 വേൾഡ് കപ്പിന്റെ സെമിയിലും ഫൈനലിലും ഇതിഹാസ താരങ്ങളൊക്കെ മത്സരങ്ങൾ കാണാൻ വേണ്ടിയിട്ട് വന്നപ്പോഴും ഫൈനൽ വേദിയിൽ നിറഞ്ഞു നിന്ന് MS-ടിയും രോഹിത് ശർമ്മയും കപിൽ ദേവും ഉൾപ്പെടെയുള്ളവർ ആ ഒരു സ്ക്രീനിൽ നിന്നപ്പോൾ ഇദ്ദേഹം കൂടെ ആ ഒരു സ്ക്രീനിൽ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞങ്ങളിൽ പലരും ആഗ്രഹിച്ചു, പ്രതീക്ഷിച്ചു, വെയിറ്റ് ചെയ്തു. പക്ഷെ പണ്ടെപ്പോഴും അദ്ദേഹം പറഞ്ഞതുപോലെ once I'm done, I'll be gone. You won't see me for a while. So I want to give it everything I have till the time I play. And അതാണ് ഒരു കാലത്ത് കളം നിറഞ്ഞ് കളിച്ചിട്ട് നമ്മളെ അത്രമാത്രം ത്രില്ലടിപ്പിച്ചിട്ട് കൈയടിപ്പിച്ചിട്ട് പുള്ളിക്കാരൻ്റെതായിട്ടുള്ള ഒരു ലൈഫിലേക്ക് എത്തി. വീടും കുടുംബവും കാര്യങ്ങളും ഒക്കെ ആയിട്ട് സ്വസ്ഥമായ ഒരു ഗൃഹഭരണം. രാജാവ് സാധാരണക്കാരനെ പോലെ മറ്റൊരിടത്തായിരുന്നു. രാജാവ് ദാ വീണ്ടും ഇന്ത്യയിലേക്ക്. കിങ് ഈസ് ബാക്ക്. IPL ഫീവർ ഓൺ ആകുന്ന സമയത്ത് വിരാട് കോഹ്ലി IPL പരിശീലനങ്ങൾ തുടങ്ങിയിട്ടുള്ള ഫോട്ടോസ് വന്ന ഉടനെ തന്നെ വൈറലായിട്ടുണ്ട്. അത്രമാത്രം ആവേശത്തോടു കൂടി ആ അഗ്രഷന് വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ് ഓരോ ആരാധകരും. അയാൾ ഗ്രൗണ്ടിലെത്തുമ്പോൾ എന്നും രാജാവാണ്. ഗ്രൗണ്ടിന് പുറത്ത് അയാൾക്ക് അയാളുടേതായ ഒരു ലോകമുണ്ട്. വിരാട് കോഹ്ലിനെ എത്ര പേര് മിസ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു T20 വേൾഡ് കപ്പിൽ ഗ്രൗണ്ടിൽ മിസ് ചെയ്തത് കൂടാണ്ട് എത്ര പേര് ക്രൗഡിൽ മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിഹാസങ്ങൾ അവിടെ ഇരുന്ന് മത്സരങ്ങൾ കാണുമ്പോൾ വിരാട് കോഹ്ലിയെ നിങ്ങൾ മിസ് ചെയ്തായിരുന്നോ? എന്തായാലും രാജാവ് തിരികെ വരുന്നു. ഇനി ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ നാളുകൾ. റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ ഫാൻസ് ഇവിടെ ഉണ്ടോ? ഒന്ന് കമന്റ് ബോക്സിൽ ഹാജർ വെച്ചേരെ.